ബിഗ് ബോസ് അഗ്നി പരീക്ഷയുടെ ലൈവ് 12 മണിക്ക് നടന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കുറേ പേർക്ക് കുറേ സംശയങ്ങളുണ്ട്. 9 മണിക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ 12 മണിക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ, അപ്പൊ ഞങ്ങൾക്ക് ഇനി ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ടൈം എപ്പോഴാണ്, അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ആദ്യം കാണാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ കുറേ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. എല്ലാത്തിനും ഉത്തരങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിവേ, വെൽക്കം ബാക്ക് ടു അവർ ബി ബോസ് ചാനൽ. അതെ, അങ്ങനെ കാത്തിരുന്ന ആ വീഡിയോ നമ്മുടെ എപ്പിസോഡിൽ വന്നിരിക്കുകയാണ്. കാത്തിരുന്ന ആൾക്കാർ 40 പേരായിട്ടാണ് ഇവർ കയറിയിരിക്കുന്നത്. നമുക്ക് പേര് പഠിക്കാൻ കുറച്ചധികം പാടുണ്ടാവും, നമുക്ക് നന്നായിട്ട് അറിയാം. ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഇവര് റനീഷയാണ് ഹോസ്റ്റായിട്ട് വരുന്നത്. റനീഷ വന്നതിന് ശേഷം ആംഗേഴ്സിനെ കാണിക്കുകയാണ്. അഖിൽ മാരാറ്, റിയാസ് സലീം ആൻഡ് ലാസ്റ്റ് രഞ്ജിനി ഹരിദാസ്. ഇവർ 3 പേരാണ് നമ്മുടെ ജഡ്ജസ് ആയിട്ട് വരുന്നത്. ആദ്യം അവരുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് പറയുന്നത് ഇവർക്ക് ശേഷം നമ്മുടെ കോണ്ടസ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. നമുക്ക് 40 കോണ്ടസ്റ്റൻസ് ആണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം കോമണേഴ്സ് ഇനി അങ്ങനെ കോണ്ടസ്റ്റൻ്റ് ആണ്, ഇനി കോണ്ടസ്റ്റൻസ് തന്നെയാണ് അവരുടെ ഇനി പറയേണ്ടത്. അതിൽ ഈ 40 പേരിൽ നമ്മൾ പേര് പഠിക്കാൻ കുറച്ച് നമ്മൾ പണിപ്പെടും, ഉറപ്പാണ്. നമുക്കിതിപ്പോൾ 40 പേരെ അവർ തിരിച്ചിട്ടുണ്ട്, 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. റിയാസിൻ്റെ ഗ്രൂപ്പ്, അഖിലിൻ്റെ ഗ്രൂപ്പ്, രഞ്ജിനി ഹരിദാസിൻ്റെ ഗ്രൂപ്പ്, അങ്ങനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾക്ക് പേര് പഠിക്കാൻ നമുക്കിനി പോകെ പേര് പഠിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നമുക്ക് വിചാരിക്കാം, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനത്തെ 40 പേരുടെ പേര് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് നമുക്കിനി ഗെയിമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോരുത്തരുടെ പേര് നമുക്ക് തന്നെ നമ്മുടെ മൈൻഡിൽ സ്ട്രൈക്ക് ആവും. അങ്ങനെയാണ് വരാനുള്ള ചാൻസസ് കൂടുതൽ. അങ്ങനെ നമ്മളുടെ 40 പേരുടെ ഷോ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ ഇവരുടെ ഗെയിം എന്ന് പറയുന്നത് ഒരു ലോക്ക് ഓപ്പൺ ആക്കലായിരുന്നു. അവിടെ തന്നെ ചെറിയൊരു അടിയൊക്കെ പൊട്ടുന്നത് നമ്മൾ കണ്ടായിരുന്നു ഓൾറെഡി. അവിടെ വെച്ച് ഒരാൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് താക്കോല് കൊടുക്കുന്നു. താക്കോല് മേടിച്ച ആള് പിന്നീട് ആ ലോക്ക് സീക്രട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ അത് വിൻ ചെയ്തിട്ട് ഒരു 20 പേരാണ് നമ്മളുടെ ഈ ഷോയിലേക്ക് പിന്നീട് കടന്നു വരുന്നത്. ബാക്കിയുള്ളവർക്ക് അവസ്ഥ എന്താണെന്ന് ഇന്ന് പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വെയിറ്റ് ആൻഡ് സീ, നമുക്ക് കാണാം എങ്ങനെയായിരിക്കും അതിൻ്റെ. അവർ പുറത്താക്കാൻ ചാൻസ് ഇല്ല, കാരണം ആദ്യത്തെ ഗെയിമല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരു ചാൻസും കൂടി കൊടുക്കാനായിരിക്കും ചാൻസസ് കൂടുതൽ. അതിനുശേഷം ഈ ജയിച്ച 20 പേർക്ക് കയറി വന്ന ഇവർക്ക് ഒരു ഗ്രൂപ്പായി തിരിച്ച് ഇവർക്ക് ഓരോ 3 ഗ്രൂപ്പായി തിരിച്ച് 3 ഗെയിംസ് കൊടുക്കുന്നുണ്ട്. ആ ഗെയിംസിൽ വിൻ ചെയ്തവർക്ക് ഒരു ബിഗ് ബോസിൻ്റെ ഒരു ലോക്കറ്റോട് കൂടിയ ഒരു ചെയിൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടായിരിക്കും പോയിന്റ്സ് ഒക്കെ കണക്കാക്കുന്നത്. അപ്പോൾ 3 പേർക്കാണ് ഇന്നലെ ആ ഒരു ലോക്കറ്റോട് കൂടി ചെയിൻ ലഭിച്ചിരിക്കുന്നത്. ആ 3 പേരുടെ പേര് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ പേര് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്നാണ് എനിക്കും തോന്നുന്നത്. അതിൻ്റെ ഇടയിൽ ഇന്നലെ അഖിൽമാരും രഞ്ജിനി ഹരിദാസും ചെറുതായിട്ടൊന്ന് ഉരസി പോയിട്ടുണ്ടായിരുന്നു. ചെറിയ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരസി പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലത്തെ നമ്മുടെ ബിഗ് ബോസ് സീസൺ അഗ്നി പരീക്ഷയുടെ സീസൺ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.